അപ്പോൾ ഈ അടിപൊളി ക്രിസ്പി വട ഉണ്ടാക്കാൻ ആവശ്യം ഒരു കപ്പ് ഉഴുന്നാണ്. ഉഴുന്ന് 5-8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്, സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമില്ല. ഇനി ഒരു ചെറിയ മിക്സർ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ ഉഴുന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മാത്രമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്, അധികം വെള്ളം ഒഴിക്കരുത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് സ്മൂത്തായിട്ട് തരിയൊന്നുമില്ലാതെ ഇതിങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കണം, അധികം വെള്ളമൊന്നും ചേർക്കാതെ. ഇതുപോലെ തന്നെ എല്ലാ പരിപ്പും നമുക്കിങ്ങനെ അരച്ചെടുക്കാം. അപ്പോൾ ആ പരിപ്പെല്ലാം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വെള്ളമൊന്നുമില്ലാതെ കട്ടിയിൽ തന്നെ തരിയൊന്നുമില്ലാതെ നമ്മൾ നന്നായിട്ടിത് അരച്ചെടുക്കാം. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു വലിയ പാത്രത്തിലെടുത്ത് നന്നായിട്ടിത് കൈ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്ലഫി ആക്കിയെടുക്കണം. നമുക്കൊരു 5-8 മിനിറ്റ് ഇങ്ങനെ കലക്കിയിട്ട് തന്നെ നന്നായിട്ട് ഫ്ലഫി ആക്കിയെടുക്കണം. 5-8 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഫ്ലഫി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടി. ഇനി ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ കുറച്ച് മാവ് ഇങ്ങനെ കയ്യിലെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പൊന്തി നിൽക്കുകയാണെങ്കിൽ മാവ് പെർഫെക്റ്റാണ്. ഇത് താഴേക്ക് പോയാൽ ഒന്നും കൂടി ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഫ്ലഫി ആക്കി എടുക്കണം. അപ്പോൾ നമ്മളെ മാവ് ഇപ്പോൾ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എത്ര നന്നായിട്ട് ബീറ്റ് ചെയ്യണോ അത്ര പോലെ ഇത് നന്നാവും. അപ്പോൾ നിങ്ങൾക്ക് പറ്റണ പോലെ 8-10 മിനിറ്റ് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തിട്ട് ഇത് ലൈറ്റാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു 8-10 കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൗഡർ ആക്കരുത്, ഇങ്ങനെ ചതക്കണം. ഇതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില ചെറുതായി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ മല്ലിയില, 2 ടേബിൾ സ്പൂൺ സവാള, ഇതെല്ലാം ചെറുതായി അരിഞ്ഞതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരേ ഡിറക്ഷനിൽ തന്നെ ഇങ്ങനെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവർ മിക്സ് ചെയ്യരുത്, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ എണ്ണ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് വെള്ളം ഇങ്ങനെ തേച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മാവ് കയ്യിലെടുക്കാം. ഇങ്ങനെ മാവ് കയ്യിലെടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നടുവിലൊരു ഹോളുണ്ടാക്കി കൊടുക്കാം. ഇതുപോലെ ഹോളുണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് മെല്ലെ നമുക്ക് മറ്റേ കയ്യിലേക്ക് എടുത്തിട്ട് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ. അപ്പോൾ നമ്മൾ ഉഴുന്ന് വട അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇതുപോലെ തന്നെ ബാക്കിയുള്ള വടയെല്ലാം നമുക്ക് ഉണ്ടാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു സൈഡ് ഗോൾഡൻ ആവുന്ന വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഒരു സൈഡ് ഗോൾഡൻ ആയിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിടാം. എന്നിട്ട് മറ്റേ സൈഡ് നമുക്കിങ്ങനെ ഗോൾഡൻ ആക്കിയെടുക്കാം. അങ്ങനെ നന്നായിട്ട് ഗോൾഡനായിട്ട് നമ്മൾ ഉഴുന്ന് വട റെഡിയാണ്. നല്ല ഈസിയായ റെസിപ്പിയാണ്, സിമ്പിളാണ്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാതും ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയായ ക്രിസ്പിയായ ഈസിയായ ഉഴുന്ന് വട റെഡിയാണ്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യാനായിട്ട് സാമ്പാർ, ചട്നിപ്പൊടി എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് ഇത് കഴിച്ച് നോക്കാം. എന്നിട്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ ഈ ക്രിസ്പി ഉഴുന്ന് വടയുടെ കൂടെ നമുക്ക് സാമ്പാറിൻ്റെ റെസിപ്പിയും കൂടി നോക്കാം. നല്ല ടേസ്റ്റിയായ ഈസിയായ സാമ്പാറിൻ്റെ റെസിപ്പി നോക്കാം. ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ, ഹോട്ടൽ സ്റ്റൈലിൽ സാമ്പാർ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിനൊക്കെ ആവശ്യമുള്ളത് 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1/4 ടീസ്പൂൺ 1/4 ടീസ്പൂൺ കായംപൊടി, ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയാണിത്, കുറച്ച് കരിവേപ്പില, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലിപ്പൊടി. കശ്മീരി ചില്ലിപ്പൊടി വേണമെങ്കിൽ നമുക്ക് സാധാ ചില്ലിപ്പൊടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇത് കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അരക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്.
പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പരിപ്പാണ്. ഒരു 1/2 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒരു വലിയ തക്കാളിയും 2-3 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് നന്നായിട്ടിത് വേവിച്ചെടുത്തതാണ്. നന്നായിട്ട് 2-3-4-5 വിസിലടിച്ചിട്ട് അല്ലെങ്കിൽ പരിപ്പ് വേവിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ കുറച്ച് മത്തനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. മത്തൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്കിടാം. നമ്മൾ മത്തൻ മാത്രം ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു 1/2 കപ്പ് പുളി അല്ലെങ്കിൽ ആവശ്യത്തിന് പുളി എടുക്കാം, പുളിവെള്ളം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ എന്തായാലും യൂസ് ചെയ്താൽ മതി. എണ്ണ ഒന്ന് ചൂടായ ഇതിലേക്ക് ആദ്യം പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കടുക്, പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, ജീരകം, പെപ്പർ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഉലുവ. എന്നിട്ട് ഇത് 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചോപ്പിക്കണ ആവശ്യമില്ല. ഒന്ന് 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 മിനിറ്റ് നന്നായിട്ടിത് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് ചോപ്പിക്കണ ആവശ്യമില്ല. അപ്പോൾ ഇതാ 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങയും നന്നായിട്ട് 2 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് തേങ്ങ നന്നായിട്ട് 2 മിനിറ്റോളം വഴറ്റിയെടുത്തിട്ടുണ്ട്. അധികം ചോപ്പിക്കണ ആവശ്യമൊന്നുമില്ല. ഒന്ന് വറുത്തെടുത്താൽ മതി. ഇളക്കിക്കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഗ്യാസ് ഒന്ന് ലോ ആക്കാം. ഗ്യാസിൻ്റെ തീ നന്നായിട്ട് ലോ ആക്കിയിട്ട് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മല്ലിപ്പൊടി 1 മിനിറ്റ് നന്നായിട്ട് നമുക്ക് ഇത് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കൂടെ. അപ്പോൾ ആ മല്ലിപ്പൊടി 1 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഒന്ന് ചൂടാറ്റിയെടുക്കാം. ഒന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് അരക്കാനുള്ള ഇതൊക്കെ റെഡിയാണ്. തേങ്ങ റെഡിയാണ്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കായംപൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ 1/4 ടീസ്പൂൺ കായംപൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് അധികം വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് കട്ടിയിൽ തന്നെ നമുക്കിത് അരച്ചെടുക്കാം. ഇനി ചെയ്യേണ്ടത് പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പരിപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വന്നാൽ അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെജിറ്റബിൾസ് നമുക്ക് എല്ലാം വേവിച്ചെടുക്കാം. പിന്നെ ഉപ്പ് കറക്റ്റാക്കി എടുക്കാം. പരിപ്പ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് ഹാഫ് വെന്തിട്ടിട്ട് ഹാഫ് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. നന്നായിട്ട് തിളച്ച് മാറുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ വറുത്തരച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ശേഷം ആ മിക്സർ ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇത് കുറച്ച് ലൂസുള്ള കറിയാണ്. അപ്പോൾ നല്ല ഇങ്ങനെ ലൂസാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതൊന്ന് കട്ടി കൂടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഉപ്പും പുളിയൊക്കെ പാകാക്കിയെടുക്കാം. ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് നന്നായിട്ടിത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് തളിച്ചെടുക്കാം. അപ്പോൾ 3-4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് താളിച്ചെടുക്കാം. അപ്പോൾ താളിക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ. എണ്ണ ചൂടായ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് പൊട്ടിച്ചെടുക്കാം. കടുകും ജീരകവും പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 2-3 നുള്ള് കായംപൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും 2 ചുവന്ന മുളകും ചേർത്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ മിക്സ് ആക്കിയിട്ട് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാമ്പാർ റെഡിയാണ്.
നല്ല ടേസ്റ്റി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സാമ്പാർ റെഡിയാണ്. നല്ല ഈസിയാണ് ഉണ്ടാക്കാനും. ലൂസായിട്ട് എടുക്കണം. അത് കുറച്ച് കഴിഞ്ഞാൽ കട്ടിയാവും. ലാസ്റ്റിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ഉപ്പും പുളിയൊക്കെ പാകമാക്കിയിട്ട് നമ്മുടെ സാമ്പാർ റെഡിയാണ്. അപ്പോൾ നമുക്ക് ഇത് വട വെച്ചിട്ട് വടൻ്റെ മുകളിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കും. സാമ്പാറിൽ ഞങ്ങൾ ചെയ്യുന്നത് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് വടൻ്റെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യാം. എന്നിട്ട് സെർവ് ചെയ്യാം. എന്നിട്ട് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായെന്നൊന്ന് പറയാം. നല്ല അടിപൊളി സാമ്പാറും വടയും തയ്യാറാണ്. സെർവ് ചെയ്തിട്ട് എൻജോയ് ചെയ്യാം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.